നമ്മൾ പലതവണ കണ്ടിട്ടുണ്ടെങ്കിലും വിശദമായിട്ടൊരു പരിചയപ്പെടൽ നടന്നിട്ടില്ല. നിങ്ങളെ ഞങ്ങൾ കാണുമ്പോഴൊക്കെ വളരെ വ്യത്യസ്തമായ വേഷങ്ങളുമാണ്. ആദ്യം പാർട്ടിയിൽ വെച്ച് കണ്ടപ്പോൾ നിങ്ങളൊരു വലിയ ബിസിനസ്മാനാണെന്ന് തോന്നി. പിന്നെ തെരുവിൽ വെച്ച് ആളുകളെ സഹായിക്കുന്നത് കണ്ടപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് തോന്നി. ഇപ്പതാ എല്ലാവരെയും അതിശയിപ്പിക്കുന്ന ഒരു മ്യൂസീഷ്യൻ. താങ്ക് യു. എന്തായാലും ബെഞ്ചമിൻ ഞങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ കാര്യം. കിഷോർ സാറ് അത് തന്നെ പറയായിരുന്നു. ഇപ്പൊ പാട്ടും മ്യൂസിക്കും ഒക്കെ ഒന്നിച്ച് റെക്കോർഡ് ചെയ്യുന്നത് പതിവുള്ള കാര്യമല്ലല്ലോ. അതെ, എന്റെയും ഭാഗ്യമാണ് മാഡം. അല്ല, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അല്ല, വിശദമായിട്ട് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? അതിന്റെ ആവശ്യം എന്താണ് സാർ? അല്ല, നിങ്ങളുടെ ക്യാരക്ടർ പലപ്പോഴും പിടുത്തം കിട്ടാത്തതാ. ചോദ്യം ചെയ്ത് എന്നെ പിടികൂടാനാണോ? ഹേയ്, അങ്ങനൊന്നുമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ചോദിച്ചതേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് അധികം സംസാരിക്കാതെ കൂടുതൽ നേരം ഒന്നിച്ചിരിക്കാതെ ഒരു ഫ്രണ്ട്ഷിപ്പ് സാറിന്റെ മനസ്സിൽ തോന്നിയല്ലോ. ഐ എം ബ്ലസ്ഡ്. താങ്ക് യു സാർ. പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ല, അന്ന് നമ്മൾ ഒരു ദിവസം തെരുവിൽ വെച്ച് കണ്ടില്ലേ? അതില് ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ ബർത്ത്ഡേ ആണ്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? അവരെല്ലാവരും ഇന്ന് വലിയൊരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഞാൻ അവർക്കൊരു റൂം ബുക്ക് ചെയ്തു. അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഈ വലിയ വലിയ കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ അവർക്ക് അന്യമല്ലെന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? അപ്പോ ഞാൻ വരട്ടെ സാർ. ശരി മാഡം. എന്ത് മനുഷ്യനല്ലേ?